അയ്യോ അവതക്കൊച്ചിനെ അന്വേഷിക്കും. യോഗാണ് ചേട്ടൻ വരുന്ന പണിയൊക്കെ വീട്ടിൽ കൊണ്ട് ആക്കണ്ട. അവരെയൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇല്ലല്ലേ? ഞാൻ അവരെ നേരത്തെ ഇവിടെ അങ്ങനെ കണ്ടിട്ട്. നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വൈകുന്നേരം ആകുമ്പോൾ ഞാൻ കുറപ്പന്ത്രാന്ന് വീട്ടിൽ വന്നാ എലിക്കുട്ടമ്മ എന്നെ എടുക്കാൻ നോക്കട്ടെ. ഹായ്. കിടക്കാൻ പറ്റിയല്ല. അതിനെ പറ്റി അതിനെ പറ്റി എന്നാ പറ്റിയേ? കിടക്കുന്നതിന് എന്നാ പറ്റിയേ? കിടക്കാനേ പുറത്തുനിന്ന് ആൾക്കാർ വന്നല്ലേ കിടക്കണം. ഇവിടെയോ? ഇവിടെ ഈ വീട്ടിലുള്ളവരാ കിടക്കുന്നത്. ഇവിടെ ഈ വീട്ടിലുള്ളവരാ കിടക്കുന്നുള്ളൂ. ഈ വീട്ടിലുള്ളവരാ? ആ. പുറത്തുനിന്നുള്ളവരും ഉണ്ട്. ഇവിടെയോ? ഇടയ്ക്ക് പുറത്തുനിന്ന് ആരും വരാറില്ല ഇവിടെ. ഇവിടെ ആരും വരാറില്ല. ഇവിടെ ആരും വരാറില്ല. ഞാൻ പറഞ്ഞു. അത് ഞാൻ അവിടെ കപ്പ എടുത്ത് വെച്ചതല്ലേ ബാത്റൂമിൽ. അമ്മ ഇതേ വെള്ളം എടുത്തോണ്ട് നടന്നത് ഇവിടെ ഇല്ലാതെ വീഴ്ച ഇവിടെ തെന്നി വീഴിയില്ലായിരുന്നു. കപ്പനകത്ത് വെള്ളം എടുത്തോണ്ട് ഇതിലങ്ങോട്ട് നടന്നതാ. അതിനകത്തിന് പോയാൽ നടത്തില്ല. വെള്ളം എടുത്തോണ്ട് നടന്നത് അതിനാ ഈ വെള്ളം ഇതിൽ ഒഴിച്ചേ. തുടച്ചാണോ? ഞങ്ങളെന്ന് പറഞ്ഞ ഒന്നിൽ കൂടുതൽ ആൾക്കാരെയാണ് ഞങ്ങളെന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കൂടെ ആരാ ഉണ്ടായിരുന്നു? എലിക്കുട്ടിയമ്മയുടെ ചേച്ചിയും കൂടെ ഇവിടെ എല്ലാം തറ തുടച്ചു അല്ലേ? ഇവിടെ വേറെ ആരും തുടയ്ക്കാനില്ലായിരുന്നു. ഈ പാവം മേക്കാൻ മേലാത്ത അമ്മ വേണം ഈ തറ തുടയ്ക്കാൻ. ചൂടാക്കിയിട്ടാണ് എല്ലാരും തറ തുടയ്ക്കുന്നത്. ഓ എല്ലാരും ഏറ്റേറ്റ് തുടച്ചു പോയി. ഇന്നതൊക്കെ കുട്ടിയമ്മ എനിക്കറിയത്തില്ല. പേപ്പർ എടുത്ത് വെച്ചോണ്ടൊക്കെ ഇന്നത്തെ പത്രമായിരിക്കും. കഴുത്ത് കയറ്റി വെച്ചിട്ടാ. ഇത് എന്നത്തെ പത്രം? 23 നനയും. എന്നോട് വന്നപ്പോഴേ പറയാം ഇവിടെ കിടക്കാൻ പറ്റിയില്ല, പുറത്തുനിന്ന് ആരും വന്ന് കിടക്കുമെന്നൊക്കെ. ഞാൻ പറഞ്ഞു ഇവിടെ ഉള്ളവരെ കിടക്കുന്നുള്ളൂ, പുറത്തുനിന്ന് ആരും വന്ന് കിടക്കുന്നില്ലെന്ന് പറയും. അതേതാ മുണ്ടാണോ? ഏത് മുണ്ട്? അത് തോർത്ത് ഇന്നലെ തലയെ കെട്ടാൻ കൊടുത്തന്നേ. അത് ഓർത്താണോ? അതിനെ ഇപ്പൊ മടക്കി ഇതിന്റെ പുറത്ത് വെച്ചിരിക്കുക, പില്ലോയുടെ പുറത്ത്. അത് മയറി. വെള്ളം കുടിച്ചാ? ജ്യൂസ് കുടിച്ചാ? ജ്യൂസ് കുടിച്ചോ? ചായ കുടിച്ചാ? ജ്യൂസ് കുടിച്ച്, ചായ കുടിച്ചു, മൂലേപ്പം തിന്നു, കഞ്ഞിയും കുടിച്ച്, എല്ലാം തിന്നു. കുമ്പളാണോ തന്നെ? കുമ്പളും തിന്നു. പിന്നെ കുഴപ്പമില്ല, വേറെ പറഞ്ഞില്ല. ആഹാരമൊക്കെ കഴിച്ചിട്ടുണ്ടെന്നോ? പിന്നെ വളഞ്ഞിരുന്നിട്ടാ കഴുത്ത് കൊടുക്കുന്ന നൈറ്റി കീഴോട്ട് കുത്തിയിരുന്നിട്ട്. ഇങ്ങോട്ട് ഏറ്റിട്ടിരുന്നേ. എണീക്ക്. ചൂടാ കയറ്റിയിടല്ലേ അത്ര അങ്ങ് ഇറങ്ങിപ്പോയി. ഇപ്പോഴാ കഴുത്ത് എങ്ങനെയുണ്ട്? ഇപ്പൊ കഴുത്ത് എങ്ങനെയുണ്ട്? കഴുത്ത് ഇപ്പൊ എങ്ങനെയുണ്ട്? കേറിപ്പോയോ? നൈറ്റ് കുടുങ്ങിയിരുന്ന കാര്യമല്ലേ പറഞ്ഞേ. എന്നാ ചെരുപ്പൊക്കെ മാറ്റിയിട്ടിരിക്കുകയാണല്ലോ. അപ്പം ചെരുപ്പൊന്നും ഇടുന്നില്ലേ? ഇവിടെ ഉള്ളവരെ ചെരുപ്പൊന്നും എലിക്കുട്ടിയുടെ ചെരുപ്പാ അത്. എലിക്കുട്ടിയുടെ ചെരുപ്പാ അത്. അല്ല പിന്നെ അതിനാ അത് ചെരുപ്പല്ലേ? ചെരുപ്പ് പിന്നെ ചെരുപ്പല്ല പിന്നെ ആയിട്ടാ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ വേറെ വെച്ച് സാധനങ്ങൾ ഏതാണ്ട് വെച്ച് മാറ്റി ഉപയോഗിക്കാൻ. അത് ചെരുപ്പാ. എലിക്കുട്ടിയമ്മയുടെ കാലഘട്ടോണ്ട് കിടന്ന ചെരുപ്പാ. ചെരുപ്പായിട്ട് ഉപയോഗിക്കാൻ. ചെരുപ്പാന്നേ അത്. ചെരുപ്പ് കണ്ടാ അറിയത്തില്ലേ? അത് ചെരുപ്പാണ് കേട്ടോ. ഞാൻ ചായ കുടിക്കാൻ പോവാ. ചായ കുടിക്കട്ടെ. എലിക്കുട്ടി ചായ കുടിച്ചതല്ലേ? എലിക്കുട്ടിയമ്മ ചായ കുടിച്ചായിരുന്നോ? എലിക്കുട്ടിയമ്മ ചായ കുടിച്ചായിരുന്നോ? എന്നാ ഞാൻ ചായ കുടിക്കാൻ പോവാ. എന്നാ ഏത്? അത് കട്ടിലും പെട്ടുമല്ലേ? തിണ്ണേ വന്നിരിക്കാം. ഇച്ചിരി നേരം
വരുന്നുണ്ടോ? എന്നാ കസേരയിൽ ഇരിക്കാൻ ബാ. കസേര ഇരിക്കാന്ന്. ഇരിക്കാന്ന്? ആ വരുന്നുണ്ടോ? ഞങ്ങൾക്ക് നിർബന്ധമില്ല. പിന്നെ എനിക്ക് നിർബന്ധമില്ല, അമ്മയ്ക്ക് നിർബന്ധമുണ്ടോ? എനിക്കില്ല. എനിക്ക് ഇച്ചിരി നിർബന്ധം ഉണ്ടെങ്കിൽ വരുവോ? എനിക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ വരുവോ? വെള്ളം നിർബന്ധം എനിക്കുണ്ടെങ്കിൽ അമ്മ വരുവോ അവിടെ ഇരിക്കാൻ? നീയോ? നീ ഇരിക്കുകയാണെങ്കിലോ? ആ അത്യാവശ്യമാണെങ്കിൽ വരാതിരിക്കാൻ പറ്റും. എന്നാ വാ. ഇപ്പൊ നീ അവിടെ ഇരിക്കാൻ പോവാ. ആ അത് പറ്റുമോ? എന്നാ അവിടെ അതിനെ പറ്റിയല്ല അത്. ഞാൻ ചായ കുടിക്കാൻ പോയി അവിടെ ഇരുന്നോ കേട്ടോ. പേര് വരും ചിലപ്പോൾ കേട്ടോടി പുറകെ. അവരൊക്കെ ആശുപത്രിയിലെ ഓരോ കാര്യത്തിന് നടക്കുന്നവരില്ലേ ആര്? പെണ്ണുങ്ങൾ. ഈ പെണ്ണുങ്ങളോ? ഈ പെണ്ണ് ആശുപത്രിയുടെ കാര്യമൊന്നുമല്ല, വീട്ടിലെ കാര്യം നോക്കി നടക്കണ. ആശുപത്രിയുടെ കാര്യം നോക്കി നടക്കണ ബാക്കിയുള്ള 2 പെണ്ണുങ്ങളാ. ആ ആരെ കണ്ടൊക്കെ ഉണ്ടോ? ഇപ്പൊ അമ്മയ്ക്ക് ഇന്ന് ഇപ്പൊ മരുന്നൊക്കെ കഴിച്ച് ഇതിന് തീർന്നു വന്നപ്പോഴത്തേനും ഒരു ചെറിയ മെമ്മറി വ്യത്യാസം കൂടുതൽ വന്നിട്ടുണ്ടെന്നോ. ചിലപ്പോൾ അത് മാറുമായിരിക്കും. അപ്പം നമ്മൾ കഴിക്കുന്ന ചായയുടെ കൂടെ ചക്കപ്പഴമാണ് കേട്ടോ. ചക്കപ്പഴം നമ്മൾ പടിഞ്ഞാറുന്ന കഴിഞ്ഞ ദിവസം പറിച്ചുകൊണ്ട് വന്ന ചക്ക പഴുത്തതിൻ്റെയാണ്. കുമ്പിളുണ്ടാക്കി, കുമ്പിള് ഇവരെല്ലാം കഴിച്ചു. ചക്കപ്പഴം, എനിക്ക് ചക്കപ്പഴമാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് ചക്കപ്പഴമാണ് കഴിക്കുന്നത്. അവസാനത്തെ ആളും വന്നു. ആരാ ധാരാ 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 ഇല്ലേ? ഉറക്കമൊന്നും ഇല്ലേ? ഇത് പകൽ ഉറങ്ങിയോ? ഇല്ലല്ലോ. അതിനാ പകലല്ല, ഇപ്പൊ വൈകിട്ടായില്ലേ? മണി 10 മണി 10 മണി 10. ആ 10 മണിയല്ലേ? ഞാൻ ഓർക്കും ഞാൻ 10 അവിടെ പോകുന്നു. അയ്യോ അവതക്കൊച്ചിനെ അന്വേഷിക്കും എന്റെ ദൈവമേ. അയ്യോ പനിയെല്ലാം കുറഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പൊ അവതക്കൊച്ചിനെ അന്വേഷിക്കും. അവിടെ അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, ഞാനൊക്കെ കേറിയില്ല. എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. പുതപ്പ് കൊണ്ടാ മോളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. പുതപ്പ് മോളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്, അലമാര കൊണ്ട് വെച്ചിട്ടുണ്ട്. വീട്ടിലായിരിക്കും. ആര്? വന്നിട്ടില്ല. കാർന്നോരെ പനിയൊക്കെ മാറി കഴിഞ്ഞു കാർന്നോരെയൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. പോയി കിടന്നോ? 10 മണി കഴിഞ്ഞ് പോയി കിടന്നോ? എങ്ങോട്ടാ പോണേ? നമുക്ക് ഇവിടെ കിടന്നാ മതി, നമ്മുടെ വീട് ഇതല്ലേ. അതുകൊണ്ടല്ലേ അതിനാന്നേ ഇവിടെ താമസിക്കാൻ പറ്റത്തില്ലേ? ഇവിടെ താമസിക്കാൻ പറ്റത്തില്ലേ എലിക്കുട്ടിയമ്മേ? പറ്റുമൊക്കെ ചെയ്യാം. പിന്നെ എന്നാന്നേ ഓടി ഓടി വെള്ളത്തോട്ടൊക്കെ ചെന്ന് എല്ലാവരും സ്വീകരിക്കുവോ? നമുക്ക് വീട്, നമ്മുടെ വീടിന്റെ ബന്ധം മാത്രമല്ലേ. അന്തം ബന്ധമുള്ള വീടായത്. അത് നമ്മൾ താമസിക്കാനുള്ള വീടൊക്കെ എങ്ങനെയാ? അതെല്ലാം നോക്കിക്കാണ്ട് ഒക്കെ ചെയ്യണം. എന്നാ രാത്രി തന്നെ ഇന്ന് ചെയ്തോ, അതാ നല്ലത്. ഞാനിവിടെ ഇരിക്കട്ടെ കേട്ടോ, അമ്മയും മകനും കൂടെ പൊക്കോ. ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഇതൊന്നും കണ്ടിട്ടില്ലേ? ഇതൊന്നും കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ല. ആ കണ്ടിട്ടൊക്കെ ഉണ്ട്. മറന്നുപോയോ? അതിനെ അതൊക്കെ ഇത് എല്ലാം ഒരുപോലെ അല്ലല്ലോ. എല്ലാം ഒരുപോലെ ഒന്നും ഓരോന്നോരോ മാറ്റങ്ങൾ. ഇന്നിവിടെ ഒന്ന് സംസാരിക്കാൻ പോവാണ്. ഞാനില്ല കേട്ടോ, സംസാരിക്കാൻ പോവാ. കഞ്ഞിയൊക്കെ കുടിച്ച് സംസാരിക്കാൻ പോവാ. ഞാൻ മനുഷ്യൻ വരാൻ അവർക്കറിയാം. ഏത് മനുഷ്യനാന്നേ? ചോമോൻ. ഇപ്പൊ ചോമോനായോ? നേരത്തെ അവതൊക്കെച്ചായിരുന്നു. ഇതങ്ങാനാണോ അമ്മ ഉദ്ദേശിക്കുന്ന ആള്? ഇതങ്ങാനും ആണോ? ചോമോൻ ചേട്ടൻ വന്ന് ഇവിടെ ഞങ്ങളെ പറഞ്ഞു വീട്ടിൽ കൊണ്ട് ആക്കണ്ട. ജോമോനാണ് അമ്മേനെ എപ്പോഴും കൊണ്ടേ ആക്കുന്ന ആളല്ലേ? കൊണ്ടേ ആക്കണ്ടേ? ആക്കണ ആള് ജോമോനാണോ? ആണുങ്ങളോ? ജോമോ മാത്രമേ ഉള്ളൂ അമ്മേനെ കൊണ്ടേ ആക്കാൻ, വേറെ മക്കളൊന്നും ഇല്ലേ? അത് അവരൊക്കെ വളർന്ന് പ്രായമായി
ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തം. ഓ അപ്പം ജോമോനാണ് അമ്മേനെ കൊണ്ടേ ആക്കാനും പെറുക്കാനും ഒക്കെ ഉള്ള ആള്. അത് അവൻ്റെ കൊണ്ടാക്കാനുള്ള കാര്യത്തിലല്ല. അവൻ്റെ പപ്പായോട് ചോദിച്ചിട്ട് പപ്പായും കൂട്ടി വേണം കാര്യങ്ങളൊക്കെ നടത്താൻ. അല്ലാതെ വല്ല തോന്നിയ പോലെ അവർ ചെയ്യാൻ പറ്റും. അമ്മ ഇപ്പം പപ്പായാക്കി. ഒരു സ്ഥലത്ത് വന്നേച്ച് പോകണതാ അത്. ഇനിയിപ്പോൾ ഇങ്ങോട്ടൊന്നും ആരും വരയില്ലല്ലോ, വരവില്ലല്ലോ. വരവില്ലേ? ആര് പറഞ്ഞു വരുമല്ലോ? ആര് വരാൻ? ജോമോൻ വരും. ജോമോൻ വരുന്നേ. എന്നാത്തിനും അമ്മേനെ കൊണ്ടുപോവാൻ. കൊണ്ടുപോകാനോ? ഇങ്ങോട്ടോ? ആ എന്നാത്തിനും? അമ്മ പോണതില്ലേ എങ്ങാണ്ട് പോണെന്ന് അമ്മയ്ക്ക്? ഇങ്ങോട്ടോ? വീട്ടിൽ പോണെന്ന്. അത് എൻ്റെ വീട്ടിലോട്ടല്ല. ആ എൻ്റെ വീട്ടിലോട്ടല്ല ഇപ്പം പോണത്. ഇന്ന് രാത്രി പോവാണോ? രാത്രി പോയേക്കുവാണോ? അതിപ്പോൾ ഒന്നും അറിയത്തില്ലല്ലോ. ഇവിടെ ഉള്ളതൊക്കെ ഇങ്ങോട്ട് വന്നോ എങ്ങനെയാന്ന് ഒന്നും അറിയാതെ നമുക്ക് വല്ലതും ചെയ്യാൻ പറയാൻ പറ്റും. അന്ന് പോയി കിടന്ന് ഉറങ്ങിക്കോ. നാളെ തീരുമാനിക്കാം. പോയി കിടന്ന് ഉറങ്ങിക്കോ. നാളെ പോകാം. ഇന്ന് രാത്രിയാ. നാളെ തീരുമാനമാണേലും അത് കാകതാകന്നൊക്കെ പോവുകയല്ലേ. അത് നാളെ എന്നായാലും രാവിലെ തീരുമാനിക്കാന്ന്. ഇപ്പൊ രാത്രിയല്ലേ, എനിക്ക് ഉറക്കം വന്നുണ്ട്. ഞാൻ പോയി കിടക്കാൻ പോവാ. എന്നാ ചിരിക്കണേ? നീ എന്നാലും എവിടെയാ താമസിക്കണം? ഞാൻ ഈ വീട്ടിലാ, ഉതിരക്കട്ടയില്, ഞാറുകുളം. ഇവിടെയാണോ? ആ എന്നെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? ഓർക്കണില്ല. കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട്, ഓർക്കുന്നില്ല അല്ലേ? ഇപ്പൊ കണ്ടാലിപ്പോ നമ്മൾ അന്നാരം കണ്ടു കഴിയുമ്പോ ഓർക്കാൻ എന്നും കണ്ടോണ്ടിരിക്കണ എന്നെ കണ്ടിട്ടില്ല, അല്ലെ സ്ഥിരം ഓർക്കണില്ല. അല്ലെങ്കിൽ സ്ഥിരം ഇങ്ങനെ എപ്പോഴും നമ്മൾ താമസിച്ചോണ്ടിരിക്കും. അയ്യോ, സ്ഥിരം എപ്പോഴും ഇവിടെ താമസിച്ചോണ്ട് നീ വലിയകാട്ട് ഒച്ചയെ കിടന്ന് സംസാരിക്കുന്നത് ഞാനാണോ? മൈക്ക് പോലും വേണ്ട. ഞാനിന്ന് എന്റെ മകനോട് പറയാം, എല്ലാരും ചാനൽ നടത്തുന്നവരൊക്കെ മൈക്ക് വെച്ചിട്ടുണ്ട്. അവരൊക്കെ മൈക്ക് വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത്. മമ്മിക്ക് മൈക്ക് വേണ്ട. എന്റെ മകൻ എന്നോട് പറയേ നല്ല ഒച്ചയുണ്ടെന്ന്. അത് ശരിയാ, ക്ലാരിഫൈഡ് സൗണ്ടാ. ഓരോന്നും ഒരറ്റം വല്ലോ കണ്ടു വിളിച്ച് വരണ്ടേ. എന്റെ എലിക്കുട്ടിയമ്മേ പോയി കിടന്നോ? അല്ലെ ടി വി കാണണോ? ടി വി കാണണോ? എനിക്ക് ടി വി ഒന്നും കാണണ്ട. എന്നാ പോയി കിടന്നോ. എവിടെ പോവാനാ? വീട്ടോട്ട് പോകണ്ട. വീട്ടിലോട്ടോ? ആ, വീട്ടോട്ട് പോകണ അവിടെ വല്ലോ നേരം വെളുത്തിട്ട് പോകാം. അവിടെ ചെന്ന് വല്ലോ കാലാക്കണം. ആരാ? എനിക്കൊന്നും അറിയത്തില്ല. കണ്ടിട്ടുണ്ടോ നോക്ക്. കണ്ടിട്ടുണ്ടോ നോക്ക്. അത്രത്തന്നെ ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ആ ദേ. ആ അത് എവിടെയുള്ള ഇവിടുത്തെ വല്യമ്മയാ. ഞാറുകുളം ഉതിരക്കട്ടാലെ വല്യമ്മയാ. ഒത്തിരി പ്രായമുണ്ട്. ആണല്ലേ? പക്ഷെ സമ്മതിക്കുകയല്ല. പ്രായമൊന്നും സമ്മതിക്കുകയല്ല. 10, 30, 40 വയസ്സൊക്കെ പറയുള്ളൂ. ഒത്തിരി പ്രായം ചെന്നതിന് ഒത്തിരി പ്രായം ചെന്നോ? ഏയ്, ഒരു 30, 40 വയസ്സേ ഉള്ളൂ. 30, 40 വയസ്സേ ഉള്ളൂ. 30, 40 വയസ്സേ ഉള്ളെന്ന്. 40 വയസ്സ് പറ്റിയ കാണിയല്ല. കാണിയല്ലേ? പിന്നെ 15 വയസ്സേ ഉള്ളൂ. ആണോ? വളരെ ഇവിടെ എല്ലാം കണ്ടോണം ഒട്ടി ഉണങ്ങി. പ്രായമായിട്ടല്ലേ? ഇല്ല, അമ്മ പറഞ്ഞു 15 വയസ്സേ ഉള്ളെന്ന്. പിന്നെ പ്രായം ആ, പ്രായം ചെല്ലുന്നത് അങ്ങനെയൊക്കെ അല്ലേ, ഒട്ടിപ്പോയല്ലേ. പിന്നെ രക്ഷയുടെ ഉണ്ട്, രക്ഷയുണ്ട്, പ്രായത്തിൻ്റെ ആ ഉണ്ട്, രക്ഷയുടെ ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? നല്ലതാണോ? അതിനിപ്പം നല്ലതായാലും ചള്ളായാലും ഇപ്പം നമ്മളൊക്കെ എന്നാ ചെയ്യാൻ പറ്റും? അതിനാ
നമ്മൾ കൊണ്ടുപോകാനുള്ളതല്ലോ. നമുക്ക് കൊണ്ടുപോണ്ടല്ലേ? എൻ്റെ വീട് വേറെ ഇല്ലേ. ആണല്ലേ? നമുക്കിങ്ങ് കുട്ടിയൊക്കെ അമ്മയ്ക്ക് ഒരു കൂട്ടായി അല്ലേ? ഏലിക്കുട്ടി അമ്മയ്ക്ക് ഒരു കൂട്ടായി അല്ലേ? വല്ലതൊക്കെ മിണ്ടി പറഞ്ഞിരിക്കാൻ മേലേ. എവിടെയാ? അതിനെ ഇങ്ങ് കൊണ്ടുവരായിരുന്നു. ഞാത്തിന് അമ്മയ്ക്കൊന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. വേണ്ട വേണ്ട. അതിനാ? പക്ഷെ പാവല്ലേ, പ്രായം ചെന്നിരിക്കുന്നതല്ലേ? വെച്ചോണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരുള്ളവരാണ് കാര്യമുണ്ട്. ഇതുങ്ങളെ കൊണ്ട് വെച്ചോണ്ട് എന്നാ ചെയ്യാനാ? ആഹാ. അതിനാ അതിനാ ഞാൻ നിങ്ങളെ കൊണ്ടുവച്ചാനാ കുഴപ്പം? വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവർ എന്തെല്ലാം കാര്യങ്ങൾ നടക്കണം. എന്തെല്ലാം ജോലി കാര്യങ്ങളായാലും കുടുംബ കാര്യങ്ങളായാലും ഇങ്ങനെ പുറത്തോട്ട് പോയുള്ള കാര്യമായാലും അതൊക്കെ നടത്തണ്ടേ. അതിന് പിന്നെ അവിടെ ഇവിടെയൊക്കെ പോയിരുന്നാൽ മതിയോ? ഇതിനെയൊക്കെ ഇവിടെ കൊണ്ടുവച്ച കാര്യങ്ങളൊന്നും നടക്കിയല്ലേ? ഇതിനെയൊന്നും ഇവിടെ കൊണ്ടുവച്ച കാര്യങ്ങളൊന്നും നടക്കിയല്ലേ? ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ നടന്നാൽ ഒന്നും ഒരു കാര്യത്തിൻ്റെ തീരുമാനം ഉണ്ടായി. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഉപേക്ഷിച്ച് കളയാനാണ് അമ്മ പറയണേ? അപ്പൊ ഈ പ്രായം ചെന്ന് ആ അമ്മേനെയൊക്കെ ഉപേക്ഷിച്ച് കളയാനാണോ പറയണേ? വീട്ടിലോട്ടോ? ഉപേക്ഷിച്ച് കളയാനാണോ പറയണേന്ന്? ഉപേക്ഷിച്ച് കളയാനാണോ? ഞാൻ പറയണതാ മനസ്സിലാക്കിയാത്തത്. ഉപേക്ഷിച്ചേ അതിനൊന്നും ഓർമ്മയില്ല. അതൊക്കെ ഒന്നും കുടുംബജീവിതത്തിനൊന്നും പറ്റിയില്ല. മക്കളൊക്കെ കാര്യങ്ങൾ നടത്തുന്നിട്ട് ഉണ്ടാക്കി പെറുക്കിയൊക്കെ വിളമ്പി പെറുക്കിയൊക്കെ കൊടുത്ത് തിന്നോ പത്രോ. അത്രേ ഉള്ളൂ. ഒന്നും പറ്റി. അമ്മ പറഞ്ഞതെന്നറിയോ? അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങൾ പണിയൊന്നും ചെയ്യാൻ പറ്റിയല്ല. ഇപ്പൊ ചെറുപ്പക്കാരെ കൊണ്ടുവന്നാലേ ഉള്ളൂ പണിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ കാര്യങ്ങൾ പുറകെ നമ്മൾ നടക്കണം. എന്തെങ്കിലും നമ്മുടെ ആരെങ്കിലും കൂടെയൊക്കെ നിന്ന് എന്തെങ്കിലും ഇച്ചിരി പുരുഷനെ വന്നിട്ടുണ്ട് പിന്നെ മുഴുവനും കുറ്റം ആൾക്കാർക്കാ. അതൊക്കെ കേക്കണം, നമ്മളൊക്കെ കേക്കണം. അത് കേട്ടോണ്ടിരിക്കുകയല്ലേ? ഭയങ്കര പാടാ കേട്ടോ. അമ്മേന്ന് കേട്ട് പഠിക്കും എല്ലാരും. അമ്മ ഇതൊക്കെ പണ്ട് വെച്ച് എന്നോട് എല്ലാ കാര്യങ്ങളും അമ്മ പറഞ്ഞിട്ടുള്ളതാ. എന്നോട് മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രം. അപ്പൊ കുറെ ചരിത്രങ്ങളൊക്കെ ഇരുന്ന് പറയും. എനിക്കെല്ലാം അറിയാം. വല്യമ്മമാരുടെ കാര്യം എനിക്കറിയാം. ആ വല്യമ്മമാരുടെ കാര്യം മുഴുവൻ എന്നോടും പറഞ്ഞിട്ടുണ്ട്. അപ്പം ചാച്ചൻ്റെ അമ്മയുടെ എല്ലാം അമ്മമാരും അപ്പന്മാരും എല്ലാം ഒരുമിച്ച് കഴിച്ചോണ്ടിരുന്ന. വേറെ വിഷയത്തിലോട്ട് പോവാ. അല്ല, അപ്പം വല്യപ്പന്റെ അമ്മേനെയൊക്കെ ഓർക്കുന്നുണ്ടോ? ഇവിടുത്തെ വല്യപ്പന്റെ ചാച്ചന്റെ അമ്മേനെയൊക്കെ ഓർക്കുന്നുണ്ടോ? ചാച്ചന്റെ അമ്മേനെയൊക്കെ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോന്ന്? പിന്നെ ഇവിടുത്തെ ചാച്ചന്റെ അമ്മേനുണ്ടോ? അതൊക്കെ പഴക്കം ചെന്നതല്ലേ. പഴക്കം ചെന്നാ ഓർക്കുന്നുണ്ടോ? അവരെയൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇല്ലല്ലേ? ഞാൻ അവരെ നേരത്തെ ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ചാച്ചന്റെ അമ്മ കുറുപ്പന്തറ കാപ്പങ്കപ്പറമ്പലിയല്ലേ? കുറുപ്പന്തറ കാപ്പങ്കപ്പറമ്പലിയല്ലേ? കാപ്പങ്കപ്പറമ്പലിയല്ലേ ചാച്ചന്റെ അമ്മ? ഇവിടുത്തെ ചാച്ചന്റെ അമ്മ കുറുപ്പന്തറക്കാരത്തിയല്ലേ? അമ്മയോ? എവിടുത്തെ? കുറുപ്പന്തറ കാപ്പങ്കപ്പറമ്പില്. അതേതാ? അത് കുറുപ്പന്തറയുള്ള വീടാ. ഇവിടുത്തെ ചാച്ചൻ്റെ അമ്മ വീട്, വലിച്ചാച്ചൻ്റെ. അമ്മ പറയുമായിരുന്നു, പക്ഷെ അമ്മ ഇപ്പോൾ ഓർക്കാഞ്ഞിട്ടാ. വലിച്ചാച്ചൻ്റെ അമ്മ വീട്. അമ്മയുടെ അമ്മ വീട് ഏതാ? അമ്മയുടെ അമ്മ വീട്, അമ്മയുടെ എലിക്കുട്ടിയുടെ. എവിടെയാ 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 വീട്? എവിടെയാ വീടൊന്ന് ഓർത്തേ പറഞ്ഞേ. എവിടെയാ സ്ഥലം ഒന്ന് പറഞ്ഞേ. സ്ഥലം പറയാവോ? സ്ഥലം ഒന്ന് പറയാവോ? എനിക്കറിയത്തില്ല. മറന്നുപോയോ എത്ര പെട്ടെന്ന്? മെമ്മറിയിലല്ലേ? മെമ്മറിയിലാണോ? നീ ബുദ്ധിക്കൊണ്ടിരിക്കണതാണ് നോക്കണം. നമുക്കെന്നാ കിടന്നേക്കാം. എനിക്ക് ഉറക്കം വേണം, ഞാൻ പോയി കിടക്കാൻ പോവാ. ഉറങ്ങിപ്പോയല്ലേ? ഉറങ്ങാൻ കിടക്കണം, ഉറങ്ങി പോവാനല്ലേ ഒരു കാര്യം. അന്നപ്പോ ഞാൻ വിളിച്ചേൽപ്പിച്ചോളാം കേട്ടോ. അമ്മയുടെ വീട് എവിടെയാ? അമ്മേ എലിക്കുട്ടി അമ്മയുടെ വീട് എവിടെയാ? വീട് എവിടെയാ എലിക്കുട്ടി അമ്മയുടെ?
എൻ്റെ വീടിൻ്റെ താഴെ ആ അതേതാ വീട്? സ്ഥലം ഏതാ? പലവട്ടമൊക്കെ. എവിടെയാ വീട്? സ്ഥലപ്പേരനാ? സ്ഥലപ്പേരനാ? തലപ്പേരുന്ന ആറോളം എന്ന് പറയും. അലൂതരക്കട്ടലിന് ആ ഉദരക്കട്ടെ. അത് വീട് കെട്ടിക്കൊണ്ട് വന്ന വീടല്ലേ? പുത്തമ്പരയിൽ അരത്ത് പുത്തമ്പരയാണോ അമ്മയുടെ വീട്? ആ അത് എവിടെയാ സ്ഥലം? അരത്ത് പുത്തമ്പര എവിടെയാ ഇരിക്കുന്നത്? അതൊക്കെ അങ്ങ് ആ അതാരാ തള്ള ആ തള്ള ഏതാ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇവിടെ താമസിച്ചോണ്ടിരുന്നത്. ഇവിടെ താമസിച്ചോണ്ടിരുന്നാണോ? പിന്നെ അല്ലേ? ആണോ? പിന്നെ അല്ലേ? ആ ഇവിടെ താമസിക്കുന്നതാ. ഏലിക്കുട്ടി എന്ന് പറഞ്ഞ തള്ളയാ. അത് ഇവിടെ ഉള്ളതാ. ആ ഇവിടെയുള്ള അതാണ് ഏലിക്കുട്ടിയമ്മ കേട്ടോ. അതാ കിടക്കണ അത്. ആ അതേന്നേ, അത് ഏലിക്കുട്ടിയമ്മയാണ്. ഏലിക്കുട്ടിയമ്മ ഏലിക്കുട്ടിയമ്മയാണ്. ഏലിക്കുട്ടിയമ്മ. എൻ്റെ പേരോ? ആ അതിൻ്റെ പേര് ഏലിക്കുട്ടിയമ്മ എന്നാ. അല്ല അതിൻ്റെ ആ നമ്മുടെ ടി വി കാണുന്ന അമ്മയുടെ. അവിടുത്തെ കിടക്കുന്നതിൻ്റെ. ആ ഞാറുകുളത്തെ ഏലിക്കുട്ടിയമ്മ എന്നാ ആ അമ്മച്ചിയുടെയും പേര്. അത് എവിടെയുള്ളതാ ഉള്ളതാ? അത് ഞാറുകുളത്തേലുള്ള. ഞാറുകുളത്തേലുള്ള. ആണോ? ആ ഞാറുകുളം ഉദരക്കട്ടയിൽ. ഞാറുകുളം ഉദരക്കട്ടയിലെ അമ്മച്ചിയാ ഏലിക്കുട്ടിയമ്മ എന്ന് പേരല്ലേ. ഇവിടെ കിട്ടിയാ? തള്ളയുടെ വീട് ഇവിടെയല്ല ആണോ? തള്ളയുടെ വീട് അരയത്ത് പുത്തമ്പരയാ. അരയത്ത് പുത്തമ്പരയിലാ. ആ അമ്മയുടെ ഓർമ്മയിൽ ഒന്നും വരുന്നില്ല കേട്ടോ. ഇതിൻ്റെ വീട്? ആ അതിൻ്റെ വീടും അതെ. ആ ആ അമ്മയുടെ വീടും അരയത്ത് പുത്തമ്പരയാ. എലിക്കുട്ടിയമ്മ എന്നാ പേര്. ആ അമ്മ സ്വന്തം വീടിരിക്കുന്ന സ്ഥലമൊക്കെ മറന്നുപോയി. ഇപ്പം കിടക്കണ അമ്മയുടെ മുറി ഏതാ? അമ്മയുടെ മുറി ഏതാ? അമ്മ കിടക്കണ മുറി പ്രത്യേകിച്ച് കിടക്കണ മുറിയൊന്നും നോക്കാൻ പറ്റിയായിരുന്നു. ഇല്ലേ? എവിടെയെങ്കിലും അടി എവിടെയെങ്കിലും പോയി കിടന്നിട്ട് കാര്യമുണ്ടോ? അമ്മയുടെ കട്ടിലേലും അമ്മയുടെ ബെഡേലൊക്കെ വേണ്ട കിടക്കാൻ. എവിടെയെങ്കിലും ചെന്ന് കിടന്നാൽ വല്ലവരും കിടത്തുവോ? നമുക്ക് കിടക്കാം. നമുക്ക് കിടക്കാം. കിടക്കാൻ വെച്ചാൽ എങ്ങനെ ചെയ്യണേ? ടി വി നിർത്തിയിട്ട് വരട്ടെ. എന്നോട് പറഞ്ഞു ഇവിടെയുള്ള തള്ളയാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ ഞാറുകുളം ഉദരക്കട്ടയിൽ ഏലിക്കുട്ടി എന്ന് പറഞ്ഞ അമ്മ തന്നെയാന്ന് പറഞ്ഞത്. ഓ ആരും വരികയല്ല. ആർക്ക് വേണം? ഈ രാത്രിക്ക് ആര് വരാന്? വാ വാ നമുക്ക് പോയേക്കാം. ചെരുപ്പ് മാറിയോണ്ടാണോ സംശയമുണ്ട് ഇപ്പൊ ചെരുപ്പിടാത്ത? എങ്ങോട്ടാ പോണ്ടേ? എനിക്കൊരു സംശയമുണ്ട്. ആഹാ ഇതൊക്കെ അറിയാമല്ലോ. കിടക്കാൻ പോവല്ലേ? എന്നാ വാ. ആ വേണ്ട വേണ്ട എന്റെ വീട്ടിൽ പോകണമെന്നോ കാട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞ കേട്ടായിരുന്നല്ലോ. കഥ അടച്ചിക്കാൻ പോവാ. വീട്ടിൽ പോകണം കാട്ടിൽ പോകണം. മൂത്രം ഒഴിച്ചായിരുന്നോ? മൂത്രം ഒഴിപ്പിച്ചോ? മൂത്രം ഒഴിച്ചോ? അവസാനമല്ലാതെ പറ്റുമോ? കട്ടിൽ ഓടിക്കാനാണോ? അങ്ങോട്ട് കേറണ്ടേ? ലൈറ്റ് ഇട്ടേക്കാം. അങ്ങോട്ട് കേറണ്ടേ? എന്ത് മടിച്ചാന്ന് നോക്കിയേ. ഇവിടം വരെ പോയാ പോരെ? തൊഴിലല്ലോ. നീ എന്തിനാ അവിടെ പിടിക്കാൻ പോണേ? ഇങ്ങോട്ട് വാ. മൂത്രം ഒഴിക്ക്. ഇങ്ങോട്ട് വാന്നേ. അത് മതി. അതൊക്കെ ഒഴിച്ചാല് അതിന് വളവ് പിടിച്ചോണ്ടിരിക്കുവോ? ഇപ്പൊ ഉറക്കം ഇല്ലാണ്ടായോ? ഇത്ര ദിവസം കിടന്ന് ഉറങ്ങി. എൻ്റെ പകലൊക്കെ ഇന്നലെ കാണാനും ഉറക്കല്ലായിരുന്നു. അത് ഏലിക്കുട്ടിയമ്മയുടെ. എന്റെ ഒന്നുമല്ല. എന്നാ പിന്നെ എന്റെ ആയിരിക്കും. ഞാനത് കട്ടല് കയറുള്ളൂ. ഞാൻ ഇനി കിടക്കാം. എപ്പോഴാ പോകാൻ പോണെന്ന് ആർക്കാ? പോകാൻ പോകുമ്പോ അങ്ങ് പോകാം. പോകാൻ സമയമുള്ളപ്പോ അങ്ങ് പോകാം. നീ സമയം എപ്പോഴാന്ന് നമുക്കറിയില്ല. നേരം വെളുത്ത് കഴിഞ്ഞിട്ട് പോവാം. അപ്പൊ ഞാൻ ഉറങ്ങാൻ പോവാൻ മതി. കിടന്നോ? മയങ്ങിക്കോ? കിടന്ന ഉറക്കം വരുമെന്നോ? പിന്നെ ഓടി നടക്കുവോ? ഇന്ന് വർത്താനം പറഞ്ഞ് കിടക്കോ? ഓടി നടക്കുവോ?
ഇന്ന് പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. ആണോ? അത് പൂവാ, പൂവ്. അത് വസ്ത്രത്തിന്റെ കൂട്ടാണ്. വസ്ത്രത്തേലുള്ള പൂക്കളാ, പൂക്കള്. എന്താ എലിക്കുട്ടിയുടെ വസ്ത്രത്തിൽ ഇരിക്കുന്നുണ്ടാ പൂക്കളൊക്കെ? കുഞ്ഞു പൂക്കള്, കുഞ്ഞു കുഞ്ഞു പൂക്കള്. ഇത് സൈസ് മാറി. ആ, അപ്പൊ ഇതും പൂക്കളല്ലേ? നോക്കി, എല്ലാം പൂക്കള് വേണമെന്നല്ലേ പറഞ്ഞേ? കേടായി. കേടായി? ആ, പുഴു തന്നായിരിക്കും. അതൊക്കെ പ്രായമായി. ആ, പൂവിന് പ്രായം പൊഴിഞ്ഞു പോറായ. കാലിനാണെല്ലാം തോന്നിയിട്ടുണ്ട്. ഓ എന്റെ ദൈവമേ, ഞാൻ ഇട്ട് തരാന്ന് പറഞ്ഞതല്ലേ? പൊട്ടിയതാണോ? അല്ല, അത് പെയിന്റ് അടിച്ചതാ. ഇട്ട് തരട്ടെ കാലയില്? ആണോ? ഇട്ട് തരട്ടെ അമ്മയ്ക്ക്? ഇതുപോലെ ഇട്ട് തരട്ടെ എന്നതാ? വിരളയില്? ഒരിക്കലും വേണ്ട. പിന്നെ എന്തിനാ? ഞാൻ കാര്യത്തിനാ. ഭംഗിയല്ലേ, നല്ല ഭംഗിയല്ലേ കാണാൻ? ഭംഗിയാ വരും. ആ, കാണാൻ നല്ലതാ അത് ഇട്ട് കഴിയുമ്പോ. കാണാൻ നല്ലതൊക്കെ വെച്ച് വെക്കണോക്കല്ലേ. നടന്നിട്ടുള്ളതൊക്കെ പറ്റുള്ളൂ. ആണോ? ഓ, ഏലിക്കുട്ടി ഒന്നും അങ്ങനെ നടന്നിട്ടില്ല. ആ, അന്നേ ഇതൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാ നടക്കാൻ. കാശും ഇല്ലായിരുന്നു. എലിക്കുട്ടിയമ്മേ, അന്ന് ഈ സാധനം ഒന്നും ഇല്ലായിരുന്നായിരിക്കും. അത് എലിക്കുട്ടിയമ്മയുടെ. അന്നേ ഈ സാധനം ഒന്നും ഇല്ലായിരുന്നായിരിക്കും. ആ, അതുകൊണ്ടാ. ഉണ്ടായിരുന്നെങ്കി ഇട്ടേനെ. അന്നതൊക്കെ കേട്ടോണ്ടാങ്ങി എന്നാ കാരണന്മാര് ചൂലെടുത്ത് പുറത്ത് തല്ലു തരും അല്ലേ അമ്മേ? തല്ലി ഓടിക്കും. പാഷൻകാരത്തിയാണെന്ന് പറയും. മേടിക്കാൻ കാശ് വേണ്ടേ? അന്നുണ്ടോ കാശ്? കാശുമില്ല. അല്ലെന്നേ ഇനി ഇല്ല, ആ കാലം വേറെ, ഈ കാലം വേറെ അല്ലേ? എങ്ങാനും ഇട്ടോണ്ട് എന്നാ കാരണന്മാര് ചൂലിന് പുറത്ത് മാറി, കാലം മാറി, കോലം മാറി അല്ലേ എലിക്കുട്ടിയമ്മേ? എലിക്കുട്ടിയമ്മേ, നമുക്ക് ഉറങ്ങിക്കേ, കിടന്ന് ഉറങ്ങാം. കിടക്ക്. എലിക്കുട്ടിയമ്മ ആദ്യം കിടക്കാം, എന്നിട്ട് വേണം എനിക്ക് കിടക്കാൻ. ഞാൻ ഇവിടെ അല്ല, അവിടെ കിടക്കട്ടെ? അവിടെ കിടക്കണോ? അവിടെ കിടക്കണോ? എനിക്കറിയത്തില്ലേ, അവരോടെ ഇഷ്ടം. അമ്മ കിടത്തുവോ? കിടത്തോന്നോ? അല്ല, ഇച്ചിരി ഇടയുള്ളൂ, മരുങ്ങി തിരിങ്ങാൻ ഇടയില്ല എന്നൊക്കെ പറയൂ. അങ്ങനെയൊക്കെ കാണും. ആ, എന്നാ പിന്നെ ഞാൻ കിടക്കണില്ല, അവിടെ കിടന്നോളാം. ഒന്നും നമുക്ക് പറയാൻ പറ്റിയ. അതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്നോളാം. എന്റെ കാലല്ലേ എന്നാ പിന്നെയും പിടിക്കുക. ആ, ചോര ചുമന്ന കളറാ. അതാണ് അമ്മ ചോദിക്കുന്നതിന്റെ കാര്യം. ഉണ്ടോ? ചുമല കളറാ. പെയിന്റ് അടിച്ചാ? പെയിന്റ്. ആ, അത് അമ്മ ചോര പറ്റിയിരിക്കുന്ന മുറിവില്ലാണോന്ന് അറിയാഞ്ഞോണ്ടാണ് അമ്മ ചോദിക്കുന്നത്. അമ്മ കൂട്ടക്സ് അടിച്ചിരിക്കുന്നത്. കൂട്ടക്സ് പെയിന്റ് അടിക്കുന്ന ഒരു ഭംഗി കിട്ടാൻ. പിന്നെ ഏതല്ലേ കുഴിനകം ഒക്കെ ഉണ്ടാവും. കുഴിനകം, കുഴിനകം, കുഴിനകവേ ഉണ്ടാവും. അത് പോകാനും നല്ലതാ. വിഷമാണേ ഉള്ളൂ കുഴിനകം പോവാൻ. എലിക്കുട്ടിയമ്മയ്ക്ക് വേണേ തൂത്ത് തരാം. തൂത്ത് തരട്ടെ പെയിന്റ്? ഇതടിക്കട്ടെ, ഇതടിക്കട്ടെ കളറ്. ഇത് ഇങ്ങോട്ട് അടിക്കാം. നഖത്താൽ. ആ, ഇച്ചിരി വേണം തോന്നുന്നു. കുറച്ചു നാളായി പറയാൻ. വിവീന വരുമ്പോ അന്ന് ഇടിപ്പിക്കാം കേട്ടാ. വിവീന വന്നു കഴിയുമ്പോ ഇട്ട് തരും. നാളെ വരും മിക്കവാറും ഇടും. അയ്യോ, അവൾ പറഞ്ഞായിരുന്നു ഇട്ട് കൊടുക്കാന്നൊക്കെ. തലമുടി ഡൈ ചെയ്ത് കൊടുക്കാം അമ്മയുടെ. അവൾക്ക് അവധി കിട്ടണ്ടേ? അവധി കിട്ടണ്ടേ? നാളെ അവധി കിട്ടും, എന്നപ്പം വരും. നാളെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അമ്മയ്ക്ക്. ഓർമ്മയില്ലാഞ്ഞിട്ടില്ലേ? ആ, ഡിഗ്രി ഒക്കെ തീരാറായി. ഇല്ല, 2 വർഷം കൂടി ഉണ്ട്. ഇല്ല ഇല്ല, ആയില്ല. ഞാൻ കിടക്കട്ടെ. എന്നാ കിടന്നോ? ആ, കിടക്ക്. ആ, പുതപ്പെടുത്ത് പുതയ്ക്കണം കേട്ടോ. മിക്കവാറും വർത്താനായിരിക്കും കേട്ടോ. ആ, പുതപ്പെടുത്ത് പുതയ്ക്കണേ. ആ, നല്ല തണുപ്പാ പുറത്ത്. ഒരു തണുക്കുവെന്ന് ഇടയ്ക്ക് വിളിച്ചു പറയരുത്. അതോ അമ്മയെ അവിടെ കാര്യത്തി? ഏലിക്കുട്ടിയമ്മ അവിടെ കാര്യത്തി? ഏലിക്കുട്ടിയമ്മയുടെ ആന്നേ. ഏലിക്കുട്ടിയമ്മയുടെ ആന്ന്. ഉറപ്പൊക്കെ വരുന്നുണ്ട്, ഉറപ്പൊക്കെ വരുന്നുണ്ട്. കിടന്നോ? ഏലിക്കുട്ടിയമ്മയുടെ ആന്ന്. കിടന്നോ? ഇങ്ങനെ കിടക്കുമല്ലോ മോനെ, അല്ലെ അങ്ങോട്ട് തിരിഞ്ഞു പോലെ കിടക്കും. നൂർന്ന് നടക്കും. ചില സമയത്ത് നൂർന്ന് നടക്കും. തണുപ്പ് മാറിയോ?
കിടന്ന ഉറക്കം വരികയല്ല. അപ്പൊ ഉറങ്ങിക്കൊണ്ട് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യും. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.